ഇന്ത്യക്കാർ മാത്രമല്ല, ലോകത്തെ ക്രിക്കറ്റ് ആരാധകരെല്ലാം ആവേശത്തോടെ കാത്തിരുന്ന വൈഭവിന്റെ അരങ്ങേറ്റം നടന്നിരിക്കുന്നു. നമ്മളെല്ലാം ആഗ്രഹിച്ച പോലെ ജോഫ്ര ആർച്ചറെ സിക്സറിന് തൂക്കി ചെക്കൻ പ്രതീക്ഷ കാത്തു. ഒരുപാടൊന്നും നീണ്ടില്ല ഇന്നിങ്സ്, കേവലം 14 റൺസിന് പുറത്തായിരിക്കുന്നു. പക്ഷേ സാരമില്ല, രാജസ്ഥാൻ റോയൽസിന്റെ കുപ്പായമായാലും ടീം ഇന്ത്യയുടെ കുപ്പായമായാലും തൻ്റെ ശൈലിക്കോ കോൺഫിഡൻസിനോ മാറ്റമൊന്നുമില്ലെന്ന് ആ ഒരൊറ്റ സിക്സറിലൂടെ തന്നെ വൈഭവ് കാണിച്ചു തന്നു. അദ്ദേഹത്തിന് ലോങ് റൺ കിട്ടട്ടെ. 2020-ലെ സകലമാന ബാറ്റിംഗ് റെക്കോർഡുകളും അദ്ദേഹം മറികടക്കുകയും ചെയ്യട്ടെ. പക്ഷേ ആർക്ക് പകരമാണ് വൈഭവിനെ 11-ലെടുത്തത്? സഞ്ജു സാംസണ് പകരം. ആരാണ് സഞ്ജു സാംസൺ? ഇക്കഴിഞ്ഞ 2020 ലോകകപ്പിൽ ഇന്ത്യയെ ജേതാക്കളാക്കിയവൻ. 2020 ലോകകപ്പിലെ പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റ്. ആ ലോകകപ്പിന് ശേഷം സഞ്ജു എത്ര മത്സരം കളിച്ചു? 3 കളി. അപ്പോഴേക്ക് പുറത്താക്കിയോ? പുറത്താക്കി. എന്താ കാരണം? അവൻ്റെ പേര് സഞ്ജു സാംസൺ എന്നാണ്. എത്ര പെട്ടെന്നാണ് നമ്മളെല്ലാം മറന്നത്. ഏറ്റവും കുറഞ്ഞ മത്സരം കളിച്ച് ഒരു ലോകകപ്പിൻ്റെ താരമായവനാണ് സഞ്ജു സാംസൺ. ഇന്ത്യയുടെ ലെഫ്റ്റ് ഹാൻഡർമാരെ ഓഫ് സ്പിന്നർമാരെ വെച്ച് നിരന്തരം വെള്ളം കുടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സഞ്ജു വരുന്നത്. ശേഷിച്ച മത്സരത്തിൽ പരാജയപ്പെട്ടിരുന്നെങ്കിൽ ഉറപ്പായും സഞ്ജുവിൻ്റെ അന്താരാഷ്ട്ര കരിയർ അവിടെ തീരുമായിരുന്നു. വെസ്റ്റ് ഇൻഡീസിനെതിരെ ഈഡൻ ഗാർഡൻസിൽ നടന്ന വിർച്വൽ ക്വാർട്ടർ ഫൈനലിൽ സഞ്ജു പുറത്താകാതെ 97 റൺസ് എടുത്ത് ഇന്ത്യയെ ജയിപ്പിക്കുന്നുണ്ട്. കാം ആൻഡ് കമ്പോസ്ഡ് ഇന്നിങ്സ്. 2020 ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഇന്നിങ്സുകളിലൊന്ന്. അങ്ങനെ പോയിരുന്നു അന്നത്തെ പ്രശംസകൾ. സെമിയിൽ ടൂർണമെന്റ് ഫേവറേറ്റുകളായിരുന്ന ഇംഗ്ലണ്ടിനെതിരെയും സഞ്ജു തന്നെയായിരുന്നു കളിയിലെ താരമായത്. മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ 200 സ്ട്രൈക്ക് റേറ്റിൽ നേടിയ 89 റൺസാണ് ഇന്ത്യയെ ജയിപ്പിച്ചതും ഫൈനലിലേക്ക് എത്തിച്ചതും. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലേക്ക് എത്തിയപ്പോൾ എല്ലാ കണ്ണുകളും രാജ്യത്തിന്റെ ആകെ പ്രതീക്ഷയും സഞ്ജുവിൽ തന്നെയായിരുന്നു. അത്രമാത്രം സമ്മർദ്ദം നിറഞ്ഞ മത്സരത്തിൽ ആ സ്റ്റേഡിയത്തിലെത്തിയ ലക്ഷം കാണികളെയും പുറത്ത് കളി കണ്ട കോടിക്കണക്കിന് ആരാധകരുടെയും വിശ്വാസം കാത്ത സഞ്ജു ഫൈനലിലും എടുത്തു 89 റൺസ്. ഇന്ത്യക്ക് കിരീടവും സമ്മാനിച്ചു. അവിശ്വസനീയമായ യാത്ര. 3-3 നോക്കൌട്ട് മത്സരം കൊണ്ടയാൾ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റായി. ലോകം മുഴുവൻ സഞ്ജുവിനെ രക്ഷകനാക്കി. ഈ ഫോർമാറ്റിൽ നിന്ന് മാറിയ ശേഷം പൊതുവെ മത്സരത്തെക്കുറിച്ചോ മറ്റ് താരങ്ങളെക്കുറിച്ചോ പറയാൻ സോഷ്യൽ മീഡിയയിൽ പിശുക്ക് കാണിക്കാറുള്ള വിരാട് കോഹ്ലി വരെ ചേട്ടൻ്റെ ഇന്നിങ്സ് വാഴ്ത്തിപ്പാടി. നോക്കൂ, ഏറ്റവും മോശം അവസ്ഥയിൽ നിന്ന് വന്ന് പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റും രാജ്യത്തിനായി കിരീടവും നേടിയ രാവിൽ സഞ്ജു എന്താകും മനസ്സിൽ പറഞ്ഞിട്ടുണ്ടാവുക? ഇനിയെങ്കിലും തനിക്ക് ലോങ് റൺ കിട്ടുമെന്നാകില്ലേ? കുറച്ച് നാളത്തേക്കെങ്കിലും താൻ ഇന്ത്യയുടെ 2020 ഫോർമാറ്റിലെങ്കിലും ഉണ്ടാകുമെന്നായിരിക്കില്ലേ? പക്ഷേ എത്ര പെട്ടെന്നാണെല്ലാം തകിടം മറിഞ്ഞത്. ആ ഒരൊറ്റ പ്രകടനത്തിൻ്റെ ബലത്തിൽ കാലാകാലം ടീമിൽ ഉണ്ടാകണമെന്നൊന്നും പറയുന്നില്ല. പക്ഷേ അത്രയൊന്നും ഇമ്പോർട്ടൻ്റ് അല്ലാത്തൊരു അയർലൻഡ് പരമ്പരയിൽ സഞ്ജുവിൻ്റെ സ്കോർ യഥാക്രമം 5-0 എന്നിങ്ങനെയാണ്. ഇംഗ്ലണ്ട് സീരീസിലെ ആദ്യ മത്സരത്തിൽ നേടിയത് 1 റണ്ണും. മോശം സ്റ്റാറ്റ് തന്നെയാണ്. പക്ഷേ അതുകൊണ്ട് അയാളെ എഴുതി തള്ളാമോ? സഞ്ജു മാത്രമാണോ ഈ ടീമിൽ മോശമായി കളിച്ചിട്ടുള്ളത്? ബാക്കിയുള്ളവരൊക്കെ എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് നടത്തിക്കൊണ്ടാണോ ടീമിൽ സ്ഥിരമാവുന്നത്? അഭിഷേക് ശർമ്മ ഓപ്പണറാണ്. കഴിഞ്ഞ 3 മത്സരത്തിൽ 2 50-ഉമുണ്ട്. അദ്ദേഹവും വൈഭവും തന്നെ ഓപ്പൺ ചെയ്യട്ടെ. ഇഷാനെ 4-ാം നമ്പറിലേക്ക് മാറ്റി സഞ്ജുവിന് 1 ഡൗൺ പൊസിഷൻ നൽകാമായിരുന്നില്ലേ? കഴിഞ്ഞ ലോകകപ്പിലും പിന്നീട് IPL-ലും ഉൾപ്പെടെ രക്ഷപ്പെട്ടു പോകുന്ന തിലക് വർമ്മയെക്കുറിച്ച് ആർക്കുമൊന്നും പറയാനില്ല. മാനേജ്മെൻ്റ് ആണെങ്കിൽ വേഗം തിലകിനെ വൈസ് ക്യാപ്റ്റനാക്കി അദ്ദേഹത്തിൻ്റെ സ്ഥാനം ഭദ്രമാക്കുകയും ചെയ്തു. ഇനി ഓർഡർ താഴേക്ക് വന്നാൽ അവിടെ ശിവൻ ദുബെയുണ്ട്. ഓൾറൗണ്ടറായാണ് പരിഗണിച്ചത്. എന്നാൽ അദ്ദേഹത്തിന് ഓവർ കൊടുക്കുന്നുണ്ടോ? ഇല്ല. ഇംഗ്ലീഷ് കണ്ടീഷനിൽ 3 സ്പിന്നർമാരെ അടക്കം വെച്ച് കളിക്കുന്ന ശ്രേയസിന്റെ ക്യാപ്റ്റൻസിക്കെതിരെ വിമർശനം വരുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. സഞ്ജുവിനെ ഈ വിധം പുറത്താക്കിയതിനെതിരെ വലിയ രീതിയിൽ പ്രതിഷേധമുയരുന്നുണ്ട്. സഞ്ജുവിനെ 1-2 മോശം ഇന്നിങ്സിന്റെ പേരിൽ തഴഞ്ഞത് ന്യായീകരിക്കാൻ കഴിയില്ലെന്ന് ഇന്ത്യൻ മുൻ താരവും പരിശീലകനുമൊക്കെയായിരുന്ന രവിശാസ്ത്രി പറയുന്നുണ്ട്. പുറത്താക്കുന്നതിന് പകരം സഞ്ജുവിനെ പോലെ കഴിവുള്ള ഒരു പ്ലെയറെ ക്യാപ്റ്റനും കോച്ചും ഈ സമയത്ത് പിന്തുണ നൽകുകയാണ് വേണ്ടതെന്നും പറയുന്നു രവിശാസ്ത്രി. യുവതാരങ്ങളെ വളർത്തിക്കൊണ്ടുവരേണ്ടത്, പ്രത്യേകിച്ച് വൈഭവിനെ പോലെയുള്ള സ്പെഷ്യൽ ടാലൻറ്റിനെ മുന്നോട്ട് കൊണ്ടുവരേണ്ടത് സ്വാഗതാർഹം തന്നെയാണ്. പക്ഷേ അതിനെല്ലാം ആദ്യം ഉരുളേണ്ട തല സഞ്ജുവിൻ്റേതാകണമെന്ന വാശിയുണ്ടോ എന്നതാണ് ചോദ്യം. ബീയിങ് സഞ്ജു സാംസൺ ഈസ് നോട്ട് ഈസി. സഞ്ജുവിന് വേണ്ടി ഞാൻ അഭിഷേകിനെ മാറ്റണോ, സഞ്ജുവിന് വേണ്ടി ഞാൻ തിലകിനെ മാറ്റണോ എന്ന് ചിരിച്ചുകൊണ്ട് ചോദിച്ച സൂര്യയ്ക്ക് കിരീടമെടുത്തു കൊടുക്കാൻ ഒരു സഞ്ജുവേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിനേക്കാൾ വലിയ ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വന്നവനാണ്. നിങ്ങൾ എത്രയൊക്കെ ഇനിയും ചവിട്ടി താഴ്ത്തിയാലും അവൻ തിരിച്ചു വരും.